ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 15 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം, ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അത് നമുക്ക് എപ്പോഴും കുറേ കൂടി നമ്മുടെ കറണ്ട് അഫേഴ്സും അല്ലെങ്കിൽ നോളജ് ബന്ധപ്പെട്ട് പവർഫുൾ ആക്കുകയേ ഉള്ളൂ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പ്ലീസ് ഡൗൺലോഡ് ഇറ്റ്. ഇന്ന് സെപ്റ്റംബർ 15 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സുശീല കാർക്കി നേപ്പാൾസ് ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. ശനിയാഴ്ച വന്നിട്ടുള്ള വാർത്തയാണ്, എന്നാൽ ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഈ ഒരു ഇൻഫർമേഷൻ നൽകിയിട്ടുള്ളത്. സുശീല കാർക്കിയാണ് നേപ്പാളിലെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നേപ്പാളിലെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? രാജ്യത്തെ നയിക്കുന്ന ആദ്യ വനിതയായി സുശീല കാർക്കി. ദ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാൾ, അത് സുശീല കാർക്കിയാണ്. എന്നാൽ ഇതൊരു ഇന്ററിം ഗവൺമെന്റ് ആണ്, അതായത് ഇടക്കാല സർക്കാർ ആണ്. ഇപ്പോഴത്തെ നിലവിലെ സർക്കാർ അതിനെ പിരിച്ചുവിടുകയും പകരമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഇടക്കാല ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ആണ് സുശീല കാർക്കി. എന്നാൽ പോലും നേപ്പാളിന്റെ ദ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ അത് സുശീല കാർക്കിയാണ്. 73 വയസ്സാണ് സുശീല കാർക്കി. നേപ്പാൾ പ്രധാനമന്ത്രിയായി സുശീല കാർക്കി ഏത് തീയതിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? 2025 സെപ്റ്റംബർ 12. സെപ്റ്റംബർ 12-ാം തീയതിയാണ് സുശീല കാർക്കി നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഇന്നലെ സെപ്റ്റംബർ 14 സുശീല കാർക്കി ഗവൺമെന്റിന്റെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്നലെ ഓഫീസ് ടേക്ക് ഓവർ ചെയ്തു. ഏത് കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുശീല കാർക്കി? നേപ്പാൾ സുപ്രീം കോടതി. 2016-17 സുശീല കാർക്കി സുപ്രീം കോടതി ഓഫ് നേപ്പാളിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 1952 നേപ്പാളിൽ ജനിച്ച സുശീല കാർക്കി ഇന്നിപ്പോൾ 73 വയസ്സുള്ള സുശീല കാർക്കിയാണ് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ. ഹിമാലയൻ രാഷ്ട്രത്തിൽ ജനറൽ ഇസഡ് പ്രകടനക്കാരുടെ മാരകമായ അക്രമത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഓലി. KP ശർമ്മ ഓലിയായിരുന്നു നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ. എന്തുകൊണ്ട് അവിടെ രാജിവെക്കേണ്ടി വന്നത് പറയുമ്പോൾ, നേപ്പാളിലെ ജൻ ഇസഡ് എന്ന് പറയുന്ന ഒരു ഡെമോൺസ്ട്രേറ്റേഴ്സ് ഒരു ഗ്രൂപ്പ് നേപ്പാളിൽ നടത്തിയിട്ട് അതിക്രമങ്ങളും, പ്രധാനമായിട്ടും പറയുമ്പോൾ നേപ്പാളിലെ സർക്കാരിന്റെ അഴിമതി, ഇതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. എന്നാൽ ഏതാണ്ട് 73ഓളം പേര് അവിടെ കൊല്ലപ്പെട്ടു ഈ ഒരു ആക്രമണത്തിൽ. ജനറേഷൻ ഇസഡ് എന്ന് പറയുന്ന യുവാക്കളുടെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ അവർ ആവശ്യപ്പെടുന്നത് നേപ്പാളിലെ കറപ്ഷൻ ഫ്രീ, ഇക്വാലിറ്റി, സമത്വം വേണമെന്നും ഒപ്പം തന്നെ നല്ലൊരു ഭരണം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ അവരുടെ കൂടി താല്പര്യത്തോടു കൂടിയാണ് സുശീല കാർക്കി നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, വുമൻ പ്രൈം മിനിസ്റ്റർ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ആൻഡ്രോത്ത് സെക്കൻഡ് ഓഫ് ദി 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ രണ്ടാമൻ ആൻഡ്രോത്ത്. ഇപ്പൊ ഇന്ത്യൻ നേവിക്ക് കൈമാറിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പലാണ്. ഈ കപ്പൽ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കപ്പലിലെ രണ്ടാമത്തെ കപ്പലാണ് ആൻഡ്രോത്ത്. ആകെ 8 കപ്പലിന്റെ നിർമ്മാണമാണ് ഉള്ളത്. ഇതിൽ രണ്ടാമത്തെ കപ്പലാണ് ആൻഡ്രോത്ത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേനക്കായി നിർമ്മിച്ച 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തേതിന്റെ പേരെന്താണ്? ആൻഡ്രോത്ത്. ആൻഡ്രോത്ത് എന്നതാണ് ടോട്ടൽ 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിൽ രണ്ടാമത്തേത് ആൻഡ്രോത്ത്. ഫസ്റ്റ് ഇത് അർണാലയായിരുന്നു. അപ്പോൾ അർണാലയുടെ കമ്മീഷൻ ചെയ്തു ഇന്ത്യൻ നേവിയിൽ. ഇപ്പോൾ രണ്ടാമത്തെ കപ്പലായിട്ടുള്ള ആൻഡ്രോത്തും കൈമാറി ഇന്ത്യൻ നേവിക്ക്. ഇന്ത്യൻ നാവികസേനക്കായി 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിൽ രണ്ടാമത്തേത് ആൻഡ്രോത്ത് നിർമ്മിച്ചത് ആരാണ്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, കൊൽക്കത്ത. കൊൽക്കത്തയിലെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കപ്പൽ നിർമ്മാണശാലയാണ് GRSC, അതായത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഇത് കൊൽക്കത്തയിലാണ്. ടോട്ടൽ 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് നിർമ്മിക്കുന്നത്. ഇതിൽ രണ്ടാമത്തേതാണ് ആൻഡ്രോത്ത്. ഫസ്റ്റ് വൺ ഇസ് അർണാല. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ബിറ്റ്വീൻ ഡൽഹി മീററ്റ് കോറിഡോർ. ഡൽഹി മീററ്റ് ഇടനാഴിക്ക് ഇടയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ
ദ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ ഇപ്പോൾ വന്നിരിക്കുകയാണ്. വന്ദേ ഭാരതിനെ മറികടന്നുകൊണ്ടുള്ള ദ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വന്ദേ ഭാരതിനെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനിന്റെ പേരെന്താണ്? നമോ ഭാരത് ട്രെയിൻ. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ആണ് നമോ ഭാരത് ട്രെയിൻ. ഇത് വന്ദേ ഭാരത് എക്സ്പ്രസിനെ മറികടക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനായ നമോ ഭാരതിന്റെ ഏറ്റവും ഉയർന്ന വേഗത എന്താണ്? മണിക്കൂറിൽ 160 കിലോമീറ്റർ. 160 കിലോമീറ്റർ പെർ ഹവർ ആണ് ദ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ നമോ ഭാരതിന്റെ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനായ നമോ ഭാരത് ഏത് റൂട്ടിലാണ് ഓടുന്നത്? ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഡൽഹി മീററ്റ് RRTS എന്നറിയപ്പെടുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിലാണ് വന്ദേ ഭാരതിനെ മറികടന്നുകൊണ്ട് നമോ ഭാരത് എന്ന ട്രെയിൻ 160 കിലോമീറ്റർ പെർ ഹവർ എന്ന സ്പീഡിൽ ഇന്ത്യയിലെ ദ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ ഉടനീളമുള്ള എല്ലാ ട്രെയിനുകളുടെയും ഏറ്റവും ഉയർന്ന വേഗത പരിധി എന്താണ്? മണിക്കൂറിൽ 130 കിലോമീറ്റർ. ഇന്ത്യയിൽ ഇപ്പോൾ ഓടുന്ന ട്രെയിനുകളുടെ ദ മാക്സിമം സ്പീഡ് ഓടിക്കാൻ ആവശ്യപ്പെടുന്നത് 130 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇതിന് മുകളിലേക്ക് അലൗഡ് അല്ല. 130 കിലോമീറ്റർ പെർ ഹവർ ആണ് മിക്കവാറും എല്ലാ ട്രെയിൻസിന്റെയും ദ മാക്സിമം സ്പീഡ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഇന്ത്യ ലാർജസ്റ്റ് സ്പോർട്സ് കോംപ്ലക്സ് ഇൻ അഹമ്മദാബാദ് നരൻപുര. അഹമ്മദാബാദിലെ നരൻപുരയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ്. ഇന്ത്യ ഇന്നിപ്പോൾ ഒളിമ്പിക്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് അഹമ്മദാബാദിലെ നരൻപുരയിലാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ആധുനികവുമായ സ്പോർട്സ് കോംപ്ലക്സുകളിൽ ഏതാണ് 2025 സെപ്റ്റംബർ 14 ഉദ്ഘാടനം ചെയ്തത്? വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ്, അതായത് ഏറ്റവും വേൾഡ് ക്ലാസ്സിൽ പണിതിട്ടുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ്. ഇത് അഹമ്മദാബാദിലെ നരൻപുര എന്ന സ്ഥലത്താണ്. ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഇന്നലെ സെപ്റ്റംബർ 14 യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷായാണ്. 2025 സെപ്റ്റംബർ 14 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്ത വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അഹമ്മദാബാദിലെ നരൻപുരയിലുള്ള ഗുജറാത്തിലാണ് സെപ്റ്റംബർ 14 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ് ആണിത്. വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന വേളയിൽ സന്നിധനായിരുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേര് ഭൂപേന്ദ്ര പട്ടേൽ. ഗുജറാത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് ഭൂപേന്ദ്ര പട്ടേൽ. ഈ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. യൂണിയൻ മിനിസ്റ്റർ അമിത് ഷായാണ് ആ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ചിങ് 71,000 crore പ്രൊജക്ട്സ് ഇൻ 5 സ്റ്റേറ്റ്. 5 സംസ്ഥാനങ്ങളിലായി 71,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മോദി തുടക്കം കുറിച്ചു. ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നോർത്ത് ഈസ്റ്റ് സന്ദർശിക്കുകയാണ്. ഈ ഒരു വേളയിൽ ആണ് 71,000 crore പ്രൊജക്ടിന്റെ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുള്ളത്. പല പല പ്രൊജക്ട്സ് ആണിത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 15 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ 5 സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു? മിസോറാം, മണിപ്പൂർ, ആസാം, പശ്ചിമ ബംഗാൾ, ബീഹാർ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ദ ഫസ്റ്റ് വിസിറ്റ് ആയിരുന്നു മിസോറാം. ഇന്നിപ്പോൾ നമുക്കറിയാം മിസോറാമിലെ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ വിസിറ്റ് ആണ് മിസോറാം. പിന്നീട് മണിപ്പൂർ, ആസാം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ ആണ് സെപ്റ്റംബർ 13 മുതൽ സെപ്റ്റംബർ 15 വരെ അദ്ദേഹത്തിന്റെ നോർത്ത് ഈസ്റ്റിലുള്ള ആ ഒരു സന്ദർശന വേളയിലുള്ള സംസ്ഥാനങ്ങൾ. 2025 സെപ്റ്റംബർ 13 മുതൽ 5 സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ആകെ പദ്ധതി തുക എന്തായിരിക്കും? 71,000 crore. 71,000 കോടി രൂപയുടെ പ്രോജക്ട്സിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ 5 സംസ്ഥാനങ്ങളിലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ജാസ്മിൻ ലംബോറിയ വിൻസ് ഗോൾഡ് ഇൻ 57 kg കാറ്റഗറി അറ്റ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ ജാസ്മിൻ ലംബോറിയ സ്വർണം നേടി.
ഇപ്പോൾ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 57 കിലോഗ്രാം എന്ന കാറ്റഗറിയിലാണ് ജെയ്സ്മിൻ ലംബോറിയ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണ്ണ മെഡലുകൾ നേടിയത്? മീനാക്ഷി ഹൂഡ, ജെയ്സ്മിൻ ലംബോറിയ. ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ചിട്ടുള്ള, അതായത് സെപ്റ്റംബർ 14 അവസാനിച്ചിട്ടുള്ള ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള 2 സ്പോർട്സ് താരങ്ങളാണ്, 2 പ്രൊഫഷണൽ ബോക്സിംഗ് ചാമ്പ്യൻസ് ആണ് മീനാക്ഷി ഹൂഡയും ജെയ്സ്മിൻ ലംബോറിയയും. 2025 സെപ്റ്റംബർ 4 മുതൽ 14 വരെ 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? ലിവർപൂൾ, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ് ഈ ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.